അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ സ്ട്രക്ചർ ഓഫ് ആന്തർ, മൈക്രോസ്പോറോജെനസിസ് ഇതൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ പിന്നെ എങ്ങനെയാണ് ആന്തർ മെച്ചുവറായിട്ട് എങ്ങനെയാണ് അത് ബ്രേക്ക് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഇതാണ് നമ്മൾ യങ് ആന്തറിൻ്റെ പടം എന്ന് പറയുന്നത്. സോ യങ് ആന്തർ ഹാസ് 4 പിന്നെന്താ പറയുക മൈക്രോസ്പൊറാഞ്ചിയ, 4 മൈക്രോസ്പൊറാഞ്ചിയാണ്. ഓരോ മൈക്രോസ്പൊറാഞ്ചിക്കകത്ത് എന്ത് നടക്കും? മൈക്രോസ്പോറോജെനസിസ് നടക്കും. സോ മൈക്രോസ്പോറോജെനസിസ് നടക്കുമ്പോൾ എന്തുണ്ടാവും? മൈക്രോസ്പോസ് അഥവാ പോളൻ ഗ്രെയിൻസ് ഉണ്ടാകും. പോളൻ ഗ്രെയിൻസ് അതിനകത്ത് നിറയും. അപ്പം നിറയുന്നതോടുകൂടി എന്തെന്നറിയോ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, ഈ 2 വശത്തുള്ള ഈ മൈക്രോസ്പൊറാഞ്ചിയ രണ്ടും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ ചാമ്പറായിട്ട് മാറും. ഈ സിംഗിൾ ചാമ്പറിനെ വിളിക്കുന്ന പേരാണ് പോളൻ സാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന് ഒരു പോളൻ സാക്കാവും, ഇത് രണ്ടും കൂടെ ചേർന്ന് മറ്റൊരു പോളൻ സാക്കാവും. അങ്ങനെ വരുമ്പോൾ ഒരു മെച്ചുവർ ആന്തറിനകത്ത് എത്ര പോളൻ സാക്കാണ്? 2 പോളൻ സാക്കാണ്. അങ്ങനെ ഉണ്ടാവുന്നത് മനസ്സിലായല്ലോ. ഒരു വശത്തുള്ള 2 മൈക്രോസ്പൊറാഞ്ചിയ ഫ്യൂസ് ചെയ്തിട്ട് പോളൻ ഗ്രെയിൻസ് ഉണ്ടായതിനു ശേഷമാണ് ഫ്യൂസ് ചെയ്തിട്ട് ഒരൊറ്റ സഞ്ചിയായിട്ട് മാറും. ദാറ്റ്സ് നോൺ ആസ് പോളൻ സാക്ക്. അങ്ങനെ ഒരു മെച്ചുവർ ആന്തറിനകത്ത് എത്ര പോളൻ സാക്കാണ്? 2 പോളൻ സാക്ക് കാണും. അപ്പോൾ ഈ പോളൻ ഗ്രെയിൻ വളരുമ്പോഴേക്കും ടപ്പീറ്റോ ഒക്കെ തീർന്നു കഴിയും. മിഡിൽ ലെയേഴ്സിൻ്റെയും കുറേ ഭാഗം യൂസ് ചെയ്യും. പിന്നെയുള്ള ഭാഗം ഏതാണ്? എൻഡോത്തീസിയമാണ്. എൻഡോത്തീസിയത്തിൻ്റെ അവിടെ വെച്ച് ബ്രേക്ക് ചെയ്തിട്ട് ഇങ്ങനെ പോളൻ ഗ്രെയിൻസ് പുറത്തേക്ക് പോകും. അപ്പം ഇങ്ങനെയാണ് ഒരു മെച്ചുവർ ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് പുറത്തേക്ക് പോകുന്നത്. അപ്പം യങ് ആന്തർ മെച്ചുവർ ആന്തറായിട്ട് മാറുമ്പോൾ 4 ലോബ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ 4 മൈക്രോസ്പൊറാഞ്ചിയ ഉണ്ടായിരുന്നത് 2 പോളൻ സാക്കായിട്ട് മാറും. ഇതാണ് ഒരു ഡൈത്തീക്കസ് ആന്തർ എന്ന് പറയുന്നത്. ഇതിനകത്താണ് എന്തുണ്ടാകുന്നത്? പോളൻ ഗ്രെയിൻസ് ഉണ്ടാകുന്നത്. ഈ പോളൻ ഗ്രെയിൻസ് ആണ് എന്ത് ചെയ്യുന്നത്? റിലീസ് ചെയ്യപ്പെടുന്നത് ബൈ ദി ഡിസ്പേഴ്സൽ ഓഫ് ദി ആന്തർ വാൾ. ആന്തർ വാൾ ഇങ്ങനെ 2 വശത്തും ബ്രേക്ക് ചെയ്തിട്ട് പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യും. ഈ പോളൻ ഗ്രെയിൻസ് ആണ് ആരാണോ പോളിനേറ്റിംഗ് ഏജന്റ്, ആ പോളിനേറ്റിംഗ് ഏജന്റ് ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ അടുത്തത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സ്ട്രക്ചർ ഓഫ് പോളൻ. അപ്പോൾ ഈ പടം നിങ്ങൾ കാണാതെ വരയ്ക്കണം. നോട്ട് ബുക്കിൽ വരച്ചിട്ട് ലേബൽ ചെയ്യണം. ഈ ചിത്രം കണ്ടോ? ആ ചിത്രത്തിന് ഞാൻ കുറച്ചും കൂടി അടുത്തേക്ക് കാണിക്കാം. ആ ചിത്രം ശ്രദ്ധിക്കുക. ഈ ചിത്രം വരയ്ക്കണം. അപ്പോൾ ഈ ചിത്രം വരച്ചിട്ട് ലേബൽ ചെയ്യണം. ഇതൊരു പോളൻ്റെ സ്ട്രക്ചറാണ്, പോളൻ ഗ്രെയിൻ അഥവാ മൈക്രോസ്പോർ നമ്മൾ പറയില്ലേ, പോളൻ ഗ്രെയിൻ. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറാണിത്. അപ്പോൾ ലേബൽ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയാണ്. ഇത് ഔട്ടർ വാൾ എക്സൈൻ, ഇത് ഇന്നർ വാൾ ഇൻറ്റൈൻ. പിന്നെ 3 സ്ഥലങ്ങളിലായിട്ട് ഇതുപോലെ ദ്വാരങ്ങളുണ്ട്. ഈ ദ്വാരങ്ങളെ ജാംബോർ എന്ന് പറയുന്നു. പിന്നെ 2 സെല്ലുകളുണ്ട്. ഒരു സെല്ല്, ഒരു വലിയ സെല്ല്, അതിനകത്തൊരു വാക്യൂളുണ്ട്. ആ സെല്ലിന് നമ്മൾ വെജിറ്റേറ്റീവ് സെൽ അഥവാ ട്യൂബ് സെൽ എന്ന് പറയും. ചെറിയൊരു സെല്ലുണ്ട്, കുഞ്ഞു സെല്ല്, അതിനെ നമ്മൾ പറയും ജനറേറ്റീവ് സെൽ എന്ന് പറയും. ജനറേറ്റീവ് സെല്ലിന്റെ ന്യൂക്ലിയസിനെ ജനറേറ്റീവ് ന്യൂക്ലിയസ് എന്നും വെജിറ്റേറ്റീവ് സെല്ലിന്റെ ന്യൂക്ലിയസിനെ വെജിറ്റേറ്റീവ് ന്യൂക്ലിയസ് ഓർ ട്യൂബ് ന്യൂക്ലിയസ് എന്നും പറയും. അപ്പോൾ ആദ്യം ഞാൻ ഈ ജനറലായിട്ട് ഇതിന്റെ സ്ട്രക്ചർ കണ്ടു. ഒരിക്കൽ കൂടി ഞാൻ കാണിക്കുന്നു. ഇത് നോട്ട് ബുക്കിൽ വരച്ചിടണം, വളരെ പ്രധാനമാണ്. ഇനി നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ നോക്കാം. അപ്പോൾ സ്ട്രക്ചർ ഓഫ് പോളൻ. എ പോളൻ ഗ്രെയിൻ ഹാസ് ആൻ ഔട്ടർ വാൾ. That outer wall is very thick and it is made of one of the hardest substance in the plant world. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞാണ്, which is known as sporopollenin. So the outer wall is known as exine. So this is the outer wall, exine. Exine is made of one of the hardest substance in the living world, that is known as sporopollenin, and it is very hard and hence it is highly durable. It is resistant to microbial activities and hence pollens can be well preserved as fossils. അപ്പോൾ പോളൻ ഗ്രെയിൻ ഫോസിലുകളായിട്ട് കൂടുതലായിട്ട് കിടക്കപ്പെടാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഇതാണ്. പോളൻ ഗ്രെയിൻ്റെ ഔട്ടർ വാൾ ആയിട്ടുള്ള എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് സസ്യലോകത്തെ ഏറ്റവും കട്ടിയുള്ള രാസവസ്തുവായ സ്പോറോപോളനിൻ കൊണ്ടാണ്. അപ്പോൾ സ്പോറോപോളനിൻ അത്രയ്ക്ക് കട്ടിയുള്ളത് കൊണ്ട് പോളൻ ഗ്രെയിൻ നമുക്ക് ഫോസിലുകളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രിസർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഔട്ടർ വാളിനെ കുറിച്ച് മനസ്സിലായല്ലോ. ഈ ഔട്ടർ വാളിൽ തന്നെ ഏതാനും സ്ഥലങ്ങളിൽ
ഈ സ്പോറോപോളനിൻ ഇല്ലാത്ത തിൻ ഏരിയാസ് ഉണ്ട്. അതായത് ചെറിയ ദ്വാരം പോലുള്ള ഏരിയാസ് കാണും. സാധാരണയായിട്ട് 1 or 3 ആണ് കാണുന്നത്. ഞാനിപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മോണോകോട്ട് പോളനിലാണെങ്കിൽ ഒരു ദ്വാരമേ കാണുള്ളൂ, ഡൈക്കോട്ട് പോളനിലാണെങ്കിൽ 3 കാണും. ഞാനിപ്പോൾ വരച്ചിരിക്കുന്ന പടത്തിൽ 3 പോറുകളുണ്ട്, കണ്ടല്ലോ. ഈ പോറുകളെ എന്ത് പറയും നമ്മൾ? ജേം പോർ എന്ന് വിളിക്കും. 1, 2, 3. ജേം പോർ എവിടെയാണ് കാണുന്നത്? എക്സൈനിൽ തന്നെയാണ്. ഇപ്പൊ എക്സൈനിൽ തന്നെ സ്പോറോപോളന്റെ ഡെപ്പോസിഷൻ ഇല്ലാത്ത തിൻ ഏരിയാസ് കാണാൻ പറ്റും. ആ തിൻ ഏരിയാസിനെ നമ്മൾ എന്ത് പറയും? ജേം പോർ എന്ന് പറയും. ജേം പോറിന്റെ ഫംഗ്ഷൻ എന്താണ് നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പൊ ഔട്ടർ വാളിനെ കുറിച്ച് മനസ്സിലായല്ലോ. ഔട്ടർ വാൾ ഈസ് ദ എക്സൈൻ. എക്സൈൻ ഈസ് മേഡ് ഓഫ് സ്പോറോപോളനിൻ. It is very hard substance. It is highly resistant substance. മനസ്സിലായല്ലോ. ദെൻ അകത്ത് ഒരു ചെറിയ തിൻ വാളുണ്ട്. എക്സൈൻ ഔട്ടർ വാളല്ലേ. ഇനി ഇന്നർ വാളിന് ഒരു പേരുണ്ട്, ഇൻറ്റൈൻ എന്ന് പറയും. അത് സെല്ലോസ് കൊണ്ട്, സാധാരണ പ്ലാന്റ് സെല്ലിന്റെ സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്ന സെല്ലോസ് കൊണ്ടാണ്. അതൊരു തിൻ ലെയർ ആണ് ഇൻറ്റൈൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ നോർമൽ വാൾ, ദാറ്റ് ഇസ് നോൺ ആസ് ഇൻറ്റൈൻ. ഔട്ടർ വാൾ ഈസ് എക്സൈൻ ആൻഡ് ഇന്നർ വാൾ ഈസ് ഇൻറ്റൈൻ. അപ്പൊ എക്സൈൻ ഈസ് മേഡ് ഓഫ് സ്പോറോപോളനിൻ, ഇൻറ്റൈൻ ഈസ് മേഡ് ഓഫ് സെല്ലോസ്. ദെൻ inside the pollen, inside the വാളിനകത്ത് there are 2 cells. 2 സെല്ലുകൾ കാണാൻ പറ്റും. 1 cell is very large, വളരെ വലുതാണ് ഒരു സെല്ല്. ഇത് ഇത്രയും ഒരു സെല്ലാണ്, വളരെ വലിയ സെല്ലാണ്. വിത്ത് എ ലാർജ് വാക്യൂൾ അറ്റ് ദി സെന്റർ. നമുക്കൊരു സെന്റർ ഒക്കെ ഒരു വാക്യൂൾ ഒക്കെ ഉള്ള ഒരു വലിയ സെല്ലാണ്. ദിസ് സെൽ ഈസ് നോൺ ആസ് വെജിറ്റേറ്റീവ് ഓർ ട്യൂബ് സെൽ എന്ന് പറയും. എന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് പിന്നീട് പഠിക്കാം. വെജിറ്റേറ്റീവ് സെൽ ഓർ ട്യൂബ് സെൽ എന്ന് പറയും. അതെങ്ങനെയുള്ള സെല്ലാണ്? വെരി ലാർജ് vacuolated cell or a very large cell with a vacuole, but it has an irregular nucleus. Nucleus ശ്രദ്ധിച്ചോ, അതിന് പ്രത്യേക ഷേപ്പ് ഒന്നുമില്ല. irregular nucleus. That irregular nucleus is known as tube nucleus എന്ന് പറയും. അപ്പൊ അതിന്റെ ന്യൂക്ലിയസ് ഇറഗുലർ ആണ്. ഇറഗുലർ ആയിട്ടുള്ള ന്യൂക്ലിയസിനെ നമ്മൾ എന്ത് പറയും? ട്യൂബ് ന്യൂക്ലിയസ് എന്ന് പറയും. Then the other cell, which is a very small cell, which is a fusiform cell. Fusiform cell എന്ന് വെച്ചാൽ 2 വശവും കൂർത്ത സെല്ലാണ്. This fusiform cell is known as generative cell with a normal nucleus known as generative nucleus. അപ്പോ വെജിറ്റേറ്റീവ് സെൽ എന്ന് പറയുന്ന വലിയ സെല്ലും ഒരു റെഗുലർ ന്യൂക്ലിയസും, ജനറേറ്റീവ് സെൽ എന്ന് പറയുന്ന സ്മോൾ സെല്ലും ഒരു നോർമൽ ന്യൂക്ലിയസും. അങ്ങനെ ഒരു പോളനെ റിലീസ് ചെയ്യപ്പെടുന്ന എത്ര ന്യൂക്ലിയേറ്റഡ് സ്റ്റേജിലാണ്, എത്ര സെല്ലുലാർ സ്റ്റേജിലാണ്? 2 സെൽഡ് സ്റ്റേജിലാണ്. നോർമലി പോളൻസ് ആർ റിലീസ്ഡ് ഇൻ 2 സെൽഡ് സ്റ്റേജ്. ഏതൊക്കെയാണ് ആ 2 സെൽ? എ ലാർജ് സെൽ വിച്ച് ഈസ് നോൺ ആസ് വെജിറ്റേറ്റീവ് സെൽ ആൻഡ് എ സ്മോൾ സെൽ ഈസ് ജനറേറ്റീവ് സെൽ. ഇനി ചില പ്ലാന്റ്സിലാണെങ്കിൽ ഈ ജനറേറ്റീവ് സെൽ എന്ത് ചെയ്യുന്നറിയാമോ? 2 മെയിൽ ഗാമീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അത് വളരെ അപൂർവമാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ എത്ര സെല്ല് വരും? 2 സെല്ല് വരും. ഇവിടെ എത്ര സെല്ല് വരും? 1 സെല്ല് വരും. അങ്ങനെ 3 സെല്ലായിട്ട് മാറാറുണ്ട്. എങ്ങനെ? ഇൻ സം പ്ലാന്റ്സ് pollen grains are released as 3-celled stage where 1 cell is a large vegetative cell and generative cell divides to produce 2 male gametes. Normally a pollen is released in 2-celled stage. ഇപ്പോൾ പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ മനസ്സിലായല്ലോ. ഈ പടം നോട്ട് ബുക്കിൽ വരച്ചിടണം, നോട്ടും വ്യക്തമായിട്ട് എഴുതി വെക്കണം. നോക്കൂ, ഇനി ഹാംഫുൾ ഇഫക്റ്റ് ഓഫ് പോളൻ. അത് നിങ്ങൾക്ക് ബോർഡിൽ നിന്ന് തന്നെ വായിക്കാം. എന്താണ് ഹാംഫുൾ ഇഫക്റ്റ് ഓഫ് പോളൻസ് എഴുതിയിരിക്കുന്നത്? പോളൻ ഗ്രെയിൻസ് ഓഫ് many species cause severe allergies and bronchial infections leading to chronic respiratory disorders like asthma, bronchitis, etc. അപ്പോൾ ചില ചെടികളുടെ പോളൻ ഗ്രെയിൻസ് നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് പ്ലാന്റ്സിന്റെ പോളൻ ഗ്രെയിൻസ് നമുക്ക് ശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില ആൾക്കാരിൽ അലർജീസും ബ്രോങ്കിയൽ ഇൻഫെക്ഷൻസും ഒക്കെ ഉണ്ടാക്കി പലതരത്തിലുള്ള റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിന് കാരണമാവും. എങ്ങനെയുള്ളത്? ഇപ്പൊ ആസ്മ, ബ്രോങ്കൈറ്റിസ് എന്നൊക്കെ നിങ്ങൾ കേട്ടില്ലേ? അത്തരത്തിലുള്ള ശ്വസന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പോളൻ ഗ്രെയിൻസ് കൊണ്ട്, ചില ചെടികളുടെ പോളൻ ഗ്രെയിൻസ് കൊണ്ട് ഉണ്ടാകും. അതാണ് പോളൻ അലർജി എന്ന് പറയുന്നത്. ഈ പോളൻ അലർജിക്ക് നമ്മളൊരു പേര് വിളിക്കും. ഇങ്ങനെ പോളൻ ഗ്രെയിൻ്റെ പ്രശ്നം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന പോളൻ അലർജി എല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു പേര് വിളിക്കും. ഹേ ഫീവർ എന്ന് വിളിക്കും. HAY, ഹേ ഫീവർ. But hay fever include all the disorders due to pollen allergy. നമുക്കുണ്ടാകുന്ന എല്ലാ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ഹേ ഫീവർ. അപ്പോൾ അതിന് നല്ലൊരു എക്സാമ്പിൾ, അങ്ങനെയുള്ള ഒരു പോളൻ ഗ്രെയിന് നല്ലൊരു എക്സാമ്പിളാണ് പാർത്തീനിയം എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലുള്ള ഒരു ചെടിയാണ് പാർത്തീനിയം അഥവാ ക്യാരറ്റ് ഗ്രാസ് എന്ന് പറയും. പാർത്തീനിയം ഓർ ക്യാരറ്റ് ഗ്രാസ്. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ അതിന്റെ പടം കിട്ടും. ക്യാരറ്റ് ഗ്രാസ് എന്ന് വിളിക്കാൻ കാരണം അതിന്റെ ഇലകൾ ക്യാരറ്റുമായിട്ട് ബന്ധമല്ല. ഇലകളുടെ ക്യാരറ്റിന്റെ ഇല പോലെ ഇരിക്കുന്നുണ്ടാണ്, അല്ല ക്യാരറ്റുമായിട്ട് അതിന്റെ യാതൊരു ബന്ധവുമില്ല.
അതൊരു കളയാണ്, വീടാണ്. പണ്ട് ഗോതമ്പ് ഇറക്കുമതി ചെയ്തപ്പോൾ ഏതോ രാജ്യത്തിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് ഇതിന്റെ വിത്തും കൂടി വന്ന് ഇപ്പൊ നമ്മുടെ ചില സ്ഥലങ്ങളിലൊക്കെ ഈ ചെടി ഉണ്ട്. ഈ ചെടിയുടെ പൂവ് എവിടെയെങ്കിലും പൂത്തു നിന്ന് കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന പോളൻ ഗ്രെയിൻ സിവിയർ ആയിട്ടുള്ള അലർജി പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഹാംഫുൾ ഇഫക്ട്സ് ഓഫ് പോളൻ മനസ്സിലായല്ലോ. അതിന് നല്ലൊരു എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള എക്സാമ്പിൾ ഏതാണ്? പാർത്തീനിയം അഥവാ ക്യാരറ്റ് ഗ്രാസ്. അപ്പോ ഹാംഫുൾ ഇഫക്റ്റ് ഓഫ് പോളൻ മനസ്സിലായല്ലോ. പോളൻ ഗ്രെയിൻസ് ഓഫ് മെനി സ്പീഷീസ് കോസ് സിവിയർ അലർജീസ് ആൻഡ് bronchial infections leading to chronic respiratory disorders like asthma, bronchitis, etc. These disorders are collectively known as hay fever. Example, Parthenium or carrot grass. നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തത് അതിൻ്റെ ഹാംഫുൾ ഇഫക്റ്റ് ആണ് പോളൻ്റെ, അല്ലേ? ഇനി എന്തെങ്കിലും യൂസ് ഉണ്ടോ? ഹാം ഉണ്ടെങ്കിൽ ചിലപ്പോൾ യൂസും കാണുമല്ലോ, രണ്ടും ഉണ്ടല്ലോ പോളൻ്റെ. അപ്പോൾ പോളൻ്റെ എന്തെങ്കിലും യൂസ് ഉണ്ടോ എന്നുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഈ പോളനെ കുറിച്ച് മനുഷ്യന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് പോളൻ ഗ്രെയിൻസ് ആർ യൂഷ്വലി റിച്ച് ഇൻ ന്യൂട്രിയൻസ്. ഓക്കെ, സോ ദീസ് ആർ അവൈലബിൾ ആസ് പോളൻ ടാബ്ലറ്റ്സ് ആൻഡ് സിറപ്സ്. ഇത് പോളൻ ടാബ്ലറ്റ് ആയിട്ടും സിറപ്പായിട്ടും ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഈ പോളൻ ഗ്രെയിനെ കളക്ട് ചെയ്ത്, അതായത് ഇവിടുന്ന് തേനീച്ച കൂട്ടിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പോളനെ ഗുളികകൾ രൂപത്തിലാക്കിയും സിറപ്പാക്കിയും ഒക്കെ വാങ്ങാൻ കിട്ടും. വളരെ വിലയുള്ള സാധനമാണ്. അപ്പോൾ ദിസ് പോളൻ കൺസപ്ഷൻ ഹാസ് ബീൻ ക്ലെയിംഡ് ടു ഇൻക്രീസ് ദ പെർഫോമൻസ് ഓഫ് അത്ലറ്റ്സ് ആൻഡ് റേസ് ഹോഴ്സസ്. ഈ അത്ലറ്റുകൾ, ഓട്ടം ചാട്ടം അങ്ങനെയുള്ള അത്ലറ്റുകളിൽ പങ്കെടുക്കുന്ന സ്പോർട്സ് പേഴ്സൺസ്, ഗെയിമിലൊക്കെ പങ്കെടുക്കുന്നവരും അതുപോലെ മത്സര കുതിരകളും റേസ് ഹോഴ്സസിനും ഒക്കെ അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പോളൻ ഗ്രെയിൻ്റെ ടാബ്ലറ്റും സിറപ്പും ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതാണ് യൂസസ് ഓഫ് പോളൻ എന്ന് പറയുന്നത്. അപ്പോൾ സോ പോളൻ സിറപ്സ് ആൻഡ് pollen tablets are available in the market and these can be used for improving the performance of athletes and race horses. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ പടം തന്നിട്ടുണ്ട്. ഇതല്ല ബി പോളൻ എന്നും പറഞ്ഞുകൊണ്ട് തന്നിട്ടുണ്ടോ? ഇത് ബി പോളൻ, തേനീച്ച കൂട്ടിൽ നിന്ന് എടുക്കുന്ന പോളൻ്റെ ടാബ്ലറ്റിൻ്റെ പടമാണ്. അപ്പോൾ അത് ഇത് ഇപ്പുറത്ത് കാണുന്നത് സിറപ്പിൻ്റെ പടമാണ്, ഈ കാണുന്നത് സിറപ്പിൻ്റെ പടമാണ്, ഇത് ടാബ്ലറ്റിൻ്റെ പടമാണ്. ഇത് അവൈലബിൾ ആണ്. അപ്പോൾ അതും കൂടി നമ്മൾ ഈ ഭാഗത്ത് അറിഞ്ഞിരിക്കണം. പോളൻ്റെ യൂസസ്. പോളൻ വയബിലിറ്റി എന്ന് പറയുന്ന കണ്ടന്റ് അടുത്ത് നമ്മൾ പരിഗണിക്കും. എന്താണ് വയബിലിറ്റി എന്ന് വെച്ചാൽ? പോളൻ എത്ര സമയം എലൈവ് ആയിട്ടിരിക്കുമെന്ന്. ദ എബിലിറ്റി ടു റിമൈൻ എലൈവ്. എത്ര സമയം ഒരു ആന്ത്രിൽ നിന്ന് റിലീസ് ചെയ്യപ്പെട്ടാൽ ഒരു പോളന് ജീവൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷന് പങ്കെടുക്കാൻ കഴിയും. ആ കഴിവിനാണ് അതിൻ്റെ വയബിലിറ്റി എന്ന് പറയുന്നത്. ദ എബിലിറ്റി ടു റിമൈൻ ആക്റ്റീവ്, ദാറ്റ് ഈസ് നോൺ ആസ് പോളൻ വയബിലിറ്റി. അപ്പോൾ ദാറ്റ് പോളൻ വയബിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി. പോളൻ വയബിലിറ്റി രണ്ട് കാര്യങ്ങൾ ആശ്രയിച്ചിരിക്കും, ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി. ഇപ്പോൾ ഒരുപാട് ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പോളൻ ഗ്രെയിൻ കേടായിപ്പോവും. ടെമ്പറേച്ചർ കുറവാണെങ്കിൽ കുറച്ചുകൂടി വയബിൾ ആയിട്ടിരിക്കും. ഹ്യൂമിഡിറ്റി അതുപോലെ തന്നെ, ആർദ്രത നമ്മൾ പറയില്ലേ. എങ്കിലും നമ്മൾ പൊതുവായിട്ട് പറഞ്ഞാൽ ഈ സെൽഫ് പോളിനേഷൻ നടക്കുന്ന ചില പ്ലാന്റുകളുണ്ട്, സീറിയൽസ് എന്ന് പറയും, അതായത് ധാന്യങ്ങൾ എന്ന് പറയും, സച്ച് ആസ് റൈസ് ആൻഡ് വീറ്റ്. നെല്ലിലും ഗോതമ്പിലും ഒക്കെ അത് ഏകദേശം ഒരു 30 മിനിറ്റിനുള്ളിൽ പോളൻ കേടായി പോകും. അതായത് പ്ലാന്റിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 30 മിനിറ്റ്സ് പോളൻ ഗ്രെയിൻ, അതിൻ്റെ വയബിലിറ്റി ഉള്ളിൽ 30 മിനിറ്റ്, വിത്തിൻ 30 മിനിറ്റ്സ് ആണ്, 30 മിനിറ്റ്, ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നശിച്ചു പോകും. അതേസമയം മെമ്പേഴ്സ് ഓഫ് റോസേസി, സൊളനേസി ഒക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതല്ലേ, അതുപോലെ ഫാബേസി എഴുതിയിട്ടില്ലെങ്കിലും. അപ്പോൾ അതിലൊക്കെ ആണെങ്കിൽ മാസങ്ങളോളം അതിൻ്റെ വയബിലിറ്റി, അതായത് ഒരു പോളൻ പ്ലാന്റിൽ നിന്ന് റിലീസ് ചെയ്താൽ തന്നെ മാസങ്ങളോളം വയബിലിറ്റി കാണും. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങളൊരു കാര്യം മനസ്സിലാവും, ഈ സെൽഫ് പോളിനേഷൻ നടത്തുന്ന പ്ലാന്റ്സിൽ വയബിലിറ്റി തീരെ കുറവായിരിക്കും. ക്രോസ് പോളിനേഷൻ നടത്തുന്ന പ്ലാന്റുകളിൽ വയബിലിറ്റി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ പോളൻ വയബിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഈ ഭാഗത്ത് നമുക്ക് പ്രസന്റ് ചെയ്യാൻ ഉണ്ട്. ഇനിയുള്ളതും പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്, ക്രയോ പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ലോ ടെമ്പറേച്ചർ എന്നാണ്. പ്രിസർവേഷൻ എന്ന് വെച്ചാൽ നമ്മൾ സംഭരിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ എന്താണ് ക്രയോ പ്രിസർവേഷൻ? സ്റ്റോറിങ് പോളൻ ഗ്രെയിൻ ഓർ സെമൻ ഒക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. എവിടെ? ലിക്വിഡ് നൈട്രജൻ അറ്റ് -196 ഡിഗ്രി സെൽഷ്യസ്
This is known as cryopreservation. What is cryopreservation? Cryopreservation is the storage of pollen grains, semens, etc. at very low temperature. That is using liquid nitrogen at minus 196 degrees Celsius. So such pollens can be preserved for years and these can be used as pollen bank. അങ്ങനെ പല പല ചെടികളുടെ പോളൻ ഗ്രെയിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൂക്ഷിക്കാൻ പറ്റും. അങ്ങനെ പോളൻ ഗ്രെയിനെ നമ്മൾ ലിക്വിഡ് നൈട്രജനിൽ ദീർഘകാലം നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അങ്ങനെ ലിക്വിഡ് നൈട്രജനിൽ സൂക്ഷിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്ന പേര്? പോളൻ ബാങ്ക് എന്ന് പറയുന്നത്. ഇപ്പൊ ക്രയോ പ്രിസർവേഷൻ മനസ്സിലായല്ലോ. പോളൻ മാത്രമല്ല സെമനയൊക്കെ നമുക്ക് എംബ്രിയോയും ഒക്കെ അങ്ങനെ ചെയ്യാം. പ്രധാനമായിട്ടും പോളനെയും സെമനെയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, പശുവിൻ്റെയൊക്കെ കാര്യത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ സെമൻ, കാളയുടെയൊക്കെ സെമൻ നമ്മൾ പ്രിസർവ് ചെയ്യും. അതുപോലെ നമുക്ക് പോളനെ പ്രിസർവ് ചെയ്യാം. ദിസ് ഈസ് നോൺ ആസ് ക്രയോ പ്രിസർവേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മൈക്രോസ്പൊറാഞ്ചിയം അഥവാ ആൻഡ്രീഷ്യം, സ്റ്റേമൻ, അങ്ങനെ അല്ലെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് ആൻജിയോസ്പേമിൻ്റെത് പഠിക്കേണ്ടത്. അങ്ങനെ ആൻജിയോസ്പേമിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ, അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും എല്ലാം ഇവിടെ അവസാനിക്കുന്നു.